സത്യേട്ടാ ഒരു രക്ഷയുണ്ട്. അത് ബാങ്കിൽ നിന്നാണല്ലോ. വേറെ ഇടന്ന് വരണ്ട നിങ്ങൾക്ക്. എടോ അടവൊക്കെ തെറ്റിക്കിടക്കണം. അതാവും. ശരി. ഓ ശരി. എന്തിരിപ്പാ സത്യേട്ടാ ഇരിക്കണേ? കുറെ നേരം അപ്പുറത്ത് വന്നിരുന്നു. ഇപ്പൊ ദേ ഇവിടെ ഒന്ന് എഴുന്നേറ്റ് നടന്നു കിടക്കുക, അല്ലെങ്കിൽ വേറെ ഇറങ്ങും. നമ്മളെ വേരോടെ പിഴുതറിയാനുള്ള സാധനം വന്നിരിക്കണത്. വായിച്ചു നോക്ക്. എന്ത്? അയ്യോ, ഇത് ബാങ്കിൽ നിന്ന് വന്ന നോട്ടീസാണല്ലോ. അപ്പൊ ഈ മാസം ലോൺ അടവ് മുടങ്ങിയില്ലേ? എങ്ങനെ മുടങ്ങാതിരിക്കും? ഉള്ളത് മുഴുവൻ നുള്ളിപ്പെറുക്കി വിറ്റിട്ടല്ലേ അവളെ കല്യാണം നടത്തിയത്. അതിന് നിങ്ങൾ ഇങ്ങനെ ആദ്യം പിടിച്ചിട്ട് എന്താ കാര്യം? എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും, സമാധാനപ്പെട്. ഹലോ. അയ്യോ, നന്നായി. അത് ഒരു കാര്യം ചെയ്യാം, പൈസേ നാളെ തന്നെ ഇങ്ങോട്ട് കൊടുത്തയക്കുക. എൻ്റെ ബാങ്കിൽ അടവ് തെറ്റിക്കിടക്കുക. ശരി. ഓക്കെ. ശ്യാമളെ, നമ്മുടെ ചിട്ടി 50,000 രൂപ നമുക്ക് അടിച്ചു. കണ്ടോ ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്തായി? എന്തെങ്കിലും ഒരു വഴി ദൈവം കാണിച്ചു തരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? മോളുടെ കല്യാണത്തിന് സ്വർണം വാങ്ങിക്കാൻ വേണ്ടി ബാങ്കിൽ നിന്ന് എടുത്താൽ 1.5 ലക്ഷം രൂപയിൽ ഇനിയിപ്പോൾ ഈ 50,000 രൂപ കൂടി അടച്ചാൽ മതി. ഈ പൈസ കിട്ടിയാൽ നമുക്കത് നേരെ ബാങ്കിൽ കൊണ്ടുപോയിട്ട് അടയ്ക്കാം. എന്നിട്ട് ആധാരം വാങ്ങിക്കാം. എന്നാൽ പിന്നെ സമാധാനമാവുമല്ലോ. ഇതെന്താണ് ഇവിടെ ഒറ്റയ്ക്ക് വരണേ? അവനെന്തേടി? എടി, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെൺപിള്ളേർ ഇങ്ങനെ ഒറ്റയ്ക്ക് വീട്ടിലോട്ട് കയറി വരരുത്, വെറുതെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട്. ആൾക്കാർ എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ അച്ഛാ, ഞാൻ ഇനി അങ്ങോട്ട് പോവില്ല. എന്താ പ്രശ്നം മോളെ? അത് പറ. എന്റെ ഭർത്താവിന് ബിസിനസ് തുടങ്ങാൻ കുറച്ച് കാശ് വേണം. ഒരു 50,000 രൂപ കിട്ടാതെ ഇനി അങ്ങോട്ട് ചെല്ലണ്ടെന്നാ ഏട്ടൻ പറഞ്ഞിരിക്കണേ. നീ എന്താ മോളെ ഈ പറയുന്നത്? ഉള്ളതെല്ലാം നുള്ളിപ്പെറുക്കിയിട്ട് സ്വർണമായിട്ടും പണമായിട്ടും നിനക്ക് തന്നതല്ലേ? അത് നിനക്കും അറിയുന്ന കാര്യങ്ങളല്ലേ? നീ ഇത് കണ്ടോ? നിന്നെ കെട്ടിച്ചു വിടാൻ വേണ്ടിയിട്ട് ലോൺ എടുത്തിട്ട് അത് തിരിച്ചടയ്ക്കാത്തോണ്ട് ബാങ്കുകാർ അയച്ച നോട്ടീസായത്. എനിക്ക് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. 50,000 രൂപ കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. നീ ഇങ്ങനെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എവിടുന്ന് എടുത്തു തരും? ഇങ്ങനെ കൊടം കയറി മുടിഞ്ഞൊരു കുടുംബത്തിൽ നിന്ന് കെട്ടേണ്ടി വന്നത് എന്റെ ഭർത്താവിന്റെ ഗതികേടാ. എന്റെ ഏട്ടൻ എന്തൊരു പാവാന്നറിയാമോ? എടി, ബിസിനസ് തുടങ്ങാൻ പെണ്ണിന്റെ വീട്ടിൽ ഇറക്കാൻ വിട്ട് അവൻ എവിടെ നടി അന്തസ്? അമ്മ എന്റെ ഭർത്താവിനെ പറഞ്ഞിട്ടുണ്ടല്ലോ. പറയും, ഇനിയും പറയും. എന്റെ ഭർത്താവ് നല്ലതാ. പിന്നെ ഭയങ്കര നല്ലതാ. സ്ത്രീധനം കിട്ടിയ സ്വർണ്ണവും പണവും ഒക്കെ തിന്നിട്ട് അവൻ ഇനിയും വേണോന്ന് പൈസ. എനിക്ക് അമ്മയോട് ഒന്നും പറയാനില്ല. അച്ഛാ, 50,000 രൂപ കിട്ടിയില്ലെങ്കിൽ ഞാൻ എവിടുന്ന് പോവൂല. എനിക്കാണെങ്കിൽ ഏട്ടനെ പിരിഞ്ഞിരിക്കാനും പറ്റൂല. അച്ഛന് ഞാൻ ഇവിടെ നിൽക്കുന്നതാ ഇഷ്ടമെങ്കിൽ എനിക്ക് 50,000 രൂപ തരണ്ട. പക്ഷേ എനിക്ക് എന്റെ ഏട്ടനെ പിരിഞ്ഞിരിക്കാൻ പറ്റൂല. നീ ഇനി കരയണ്ട. ഇനി ഇവിടെ തന്നെ നിന്നോ. ഇനി അങ്ങോട്ട് പോകണ്ട. എത്ര കിട്ടിയാലും മതിയാവാത്തൊരു ഭർത്താവ്. ഇങ്ങനെ ഒരു കോന്ന ഭർത്താവിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. എന്റെ ഭർത്താവിനെ പറയരുത് കേട്ടോ. എന്താ നിനക്ക് അത്ര വിഷമമുണ്ടെങ്കിൽ നീ സ്വർണ്ണ കൂരി അവന് കൊടുക്ക്, അവൻ വീട്ടിൽ കാശാക്കിക്കോട്ടെ. അല്ലാതെ ഇവിടെ വന്ന് ഈ മനുഷ്യനോട് ചോദിച്ചാൽ എവിടെ നിർത്തി തരും കാശ്? അതല്ലാതെ നിങ്ങൾ പൈസ തരൂലേ എനിക്ക്? അല്ലാതെ ഒരു ചില്ലി കാശ് നിനക്ക് ഇവിടുന്ന് കിട്ടുമെന്ന് നീ വിചാരിക്കണ്ട. നിനക്ക് തരാനുള്ളതെല്ലാം ഈ മനുഷ്യൻ മുണ്ട് മുറുക്കി കൊടുത്ത് നിനക്ക് തന്നിട്ടുണ്ട്. ഇനി നിന്നെ നോക്കേണ്ടത് നിന്റെ കെട്ടിയാന്റെ കടമയാ. അതല്ലാതെ അവനെ നിന്നെയും കൂടി നോക്കാൻ ഇവിടെ പറ്റില്ല. പറ്റണ്ട. ഒരു ദിവസം നിങ്ങൾ രണ്ടുപേരും വായിക്കും പത്രത്തില്, ഭർതൃഗ്രഹത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ ഒരു യുവതി മരണപ്പെട്ടെന്ന്. അപ്പോൾ നിങ്ങൾ ഇരുന്ന് കരഞ്ഞാ മതി. ഞങ്ങൾ അങ്ങനെ കരയൊന്നുമില്ല. ഞങ്ങൾക്ക് അത്ര പെട്ടെന്നൊന്നും കരച്ചിട്ട് വരില്ല. ഇനി ഒരു നിമിഷം ഞാൻ അവിടെ നിൽക്കില്ല. ഞാൻ പോവാ. വരെയില്ല. എന്നാ പൊക്കോ. വലിയ കാര്യം. ഞാൻ ശരിക്കും പോവും. ഇടിപ്പോ ഇക്കോടി കൊച്ചെന്നാ പിന്നെ ഞാൻ ഇങ്ങോട്ട് വരൂല. വേണ്ട വരണ്ട, മോള് പൊക്കോ. ഇവിടെ എന്താ കറി? മോള് വന്നാ? അവനെന്ത് ഇരിക്കണു. നിന്റെ കെട്ടിയോണെന്ത് ചെയ്യുന്നു? എല്ലാം ഇവിടെ ചോദിച്ചാ മതി.
മോനെ സത്യ ആ അവരുടെ കുടുംബത്തിൽ എന്തോ പ്രശ്നമുണ്ടെന്നാ തോന്നണത്. ആ എനിക്കും തോന്നി. അച്ഛ ഇത് പുറത്ത് ആരോടും പറയണ്ട. അതെ, ഇനി അവളുടെ കണ്ണീര് കണ്ടിട്ട് ആ പൈസ എടുത്ത് അവൾക്ക് കൊടുത്തേക്കരുത്. അതുകൊണ്ട് ഇതാ ബാങ്കിൽ അടയ്ക്കണം. എന്തേ? വരുന്നില്ലല്ലോ ഇത്. സാറേ നമസ്കാരം. ആ നമസ്കാരം, കുത്തിരിക്കി. ഹാവൂ, ഇപ്പോഴാ ഒരു സമാധാനമായത്. കുത്തിരുന്നപ്പോളാ? അല്ല, ഞാൻ ബാങ്കിൽ നിന്ന് കുറച്ച് പൈസ ലോൺ എടുത്തിരുന്നു. ആ അപ്പൊ അതിലൊരു 19,000 രൂപ അടയ്ക്കാൻ ബാക്കിയുണ്ട്. അതിപ്പോ ഒന്നിച്ചാണ് അടച്ചു. ഓ, ഇപ്പൊ ഒരു സമാധാനമായി. വല്ലാത്തൊരു ചെയ്ത്തായി പോയേ. അതെന്താ? അല്ല, നിങ്ങൾ ഈ വലിയ തുകയൊന്നും ഒരുമിച്ച് ബാങ്കിൽ കൊണ്ട് അടയ്ക്കരുത്. അപ്പൊ ബാങ്കിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഇല്ലാണ്ടാവൂലേ? ആ, ബാങ്കിന് ഇൻട്രസ്റ്റ് തരുന്നത് ഞങ്ങൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലേ സാറേ? ഓ, നമ്മളെന്താ വണ്ടിയായി? ഈ ലോൺ എടുക്കുമ്പോ ആ. ഈടായിട്ട് വെച്ചിരുന്നത് ആധാരാണ്. ആ. അപ്പൊ ആധാരം തിരിച്ചു വേണം. അതിനുള്ള അപേക്ഷയാ. ആ അത് ശരി. ആ പാസ്ബുക്ക് തരി. ഞാൻ 2 അറ്റാക്ക് കഴിഞ്ഞിട്ടുള്ള ആളാണേ. ഓ, ഇവ മൂന്നാമത്തത് എപ്പോഴാ വരാന്ന് വെച്ചില്ല. അപ്പൊ അതിനു മുമ്പ് ഈ ആധാരം ഒന്ന് വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ അതൊരു സമാധാനം. വീട്ടിൽ ആധാരം വെച്ചാൽ അറ്റാക്ക് വരില്ലെന്ന് ആരെയും പറഞ്ഞു നിങ്ങളോട്? എന്താ ഒറ്റമൂലി ആധാരത്തിൻ്റെ? അങ്ങനെയല്ല. ആ, ഇത് വേറെ കുഴപ്പമുണ്ട്. നിങ്ങൾക്ക് തരാൻ പറ്റൂല, ആധാരം തരാൻ പറ്റൂല. അതെന്താ? നിങ്ങളെ പെണ്ണുങ്ങളെ പേരുന്ന ശ്യാമളല്ലേ? അതെ. ആ, ശ്യാമള ഇവിടുന്ന് ഒരു 30,000 രൂപ ലോൺ എടുത്തിട്ടുണ്ടല്ലോ. 30,000 രൂപ ലോൺ എടുത്തിട്ടുണ്ട്. ഇല്ലേ? ആ. ആ, അത് തിരിച്ചടച്ചില്ല. അത് അടയ്ക്കാണ്ട് നിങ്ങൾക്ക് ആധാരം കിട്ടൂല. അല്ല സാറേ, ഞാൻ എടുത്ത ലോണിന്റെ പൈസ ഇപ്പം മുഴുവൻ തിരിച്ചടച്ചു കഴിഞ്ഞല്ലോ. ആ. അപ്പൊ എന്റെ ആധാരം എനിക്ക് തിരിച്ചു തന്നൂടെ? ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്താലേ അത് തിരിച്ചടയ്ക്കാന്നുള്ള നിയമമാണ്. അത് ബാങ്കിന്റെ നിയമമാണ്. എന്ത് നിയമമാണ് സാറേ അത്? ഹേ. ഭാര്യ ലോൺ എടുത്തെന്നും പറഞ്ഞിട്ട് ഭർത്താവിന്റെ ആധാരം പിടിച്ചു വെക്കാൻ നിങ്ങള്? അതൊന്നും നിങ്ങൾ ഇപ്പോൾ ഇവിടെ പറയണ്ട. നിങ്ങളൊരു 25,000 രൂപ ക്യാഷ് കൊണ്ട് കെട്ടി എന്നിട്ട് നിങ്ങൾ ആധാരം എടുത്ത് പോയിക്കോളി. 25,000 റുപ്യ? ആ, എവിടുന്നാ സാർ എന്റെ കയ്യിൽ 25,000 റുപ്യ? അതൊന്നും ഞമ്മക്കറിയില്ല. ഒന്നിച്ച് കിട്ടിയ കുറച്ച് പൈസ അത് ഞാൻ ഇവിടെ ബാങ്കിൽ കൊണ്ടുവന്ന് അടച്ചില്ലേ? എന്നിട്ടല്ല ഞാൻ എന്റെ ആധാരം ചോദിക്കുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളൊക്കെ വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ലോൺ അങ്ങോട്ട് തരും, നിങ്ങളത് അടയ്ക്കൂല. അത് നമ്മളാകെ ഇടങ്ങാറാവും. അതുകൊണ്ടാണ് നമ്മൾ ഈട് ചോദിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം, എനിക്ക് എന്റെ ആധാരം വേണം. നിങ്ങൾ ആധാരം തരുമല്ലോ? അപ്പം മലയാളത്തിലല്ലേ നിങ്ങളോട് പറഞ്ഞ ആധാരം തരൂലെന്ന്? ഇനി അത് ഇംഗ്ലീഷ് പറയിപ്പിക്കണോ? അത് നമുക്ക് വൈകാത്ത ഭാഷയാണ്. അപ്പൊ നിങ്ങൾ ആധാരം തരില്ല? തരൂല എന്നല്ലേ പറയണേ? ആ, എന്നാ അത് കിട്ടുമോ ഞാനൊന്ന് നോക്കട്ടെ. ആ, നോക്കി. നമുക്ക് കോടതി കാണാം. ആ, കാണാം. ആ, ആയിക്കോട്ടെ. അങ്ങനെ നിയമമുണ്ടോ? രാവിലെ തന്നെ ഓരോന്ന് വന്നോളും പെറുപ്പിക്കാനായിട്ട്. അല്ലെങ്കിലേ ദിവസം മോശമാണ്. പെണ്ണുങ്ങളെ തല്ലുണ്ടാക്കി പോകുന്ന അന്നൊക്കെ ഇവിടെയും പ്രശ്നമാണ്.